എൻ്റെ പേര് സജി, വൈദ്യനാണ്. പ്രൊഫഷണലി കളരിമർമ്മ ചികിത്സയാണ്. കണ്ണൂരാണ് സ്ഥലം. കണ്ണൂര് കളരിയും മർമ്മ ചികിത്സയെക്കുറിച്ച് പൊതുവെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എനിക്ക് ബാംഗ്ലൂർ സ്ഥാപനമുണ്ട്. ഈ യാത്ര കുറച്ച് കൂടുതലുള്ള ആളാണ്. എങ്ങനെയായാലും ആഴ്ചക്കൊരു ബാംഗ്ലൂർ യാത്രയുണ്ടാവും. ബാംഗ്ലൂർ ടു കണ്ണൂരും ഉണ്ടാവും. ഈ ബാംഗ്ലൂർ സ്ഥാപനം ഉള്ളതുകൊണ്ട്, ഈ ആയുർവേദ സ്ഥാപനം ഉള്ളതുകൊണ്ട് യാത്ര ചെയ്താൽ എങ്ങനെയായാലും ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ എത്തും ബാംഗ്ലൂർ എത്താൻ വേണ്ടി. നെക്സോൺ എടുത്തതിന് ശേഷം ആ ധൈര്യക്കുറവൊന്നുമില്ല. ഞാൻ അത്രയും സ്പീഡിലാണ് പോവാറ്. എങ്ങനെ പോയാലും ഒരു 5 മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂർ പിടിക്കും. അടുത്തേക്ക് ഉണ്ടായ വണ്ടികൾ എന്നെല്ലാം എത്രയോ സേഫ്റ്റീൻ്റെ കാര്യത്തിൽ നെക്സോൺ ഇത്രയും സൂപ്പറായിട്ട് എനിക്ക് മനസ്സിലായത് ഇതിനിടെ എനിക്കൊരു ചെറിയൊരു ആക്സിഡന്റ് എന്നല്ല, ഈ യാത്രയുടെ ഇടയിൽ ഒരു മുൻപിൽ ഇന്നോവ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ചെയ്തു. ഒരാൾ പാസ് ചെയ്തപ്പോൾ ക്രോസ് ചെയ്യുമ്പോൾ സഡൻ ബ്രേക്ക് ചെയ്തു. എനിക്ക് ബ്രേക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഇന്നോവ കൊണ്ട് ഇടിച്ചതിന് ശേഷം പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇന്നോവയുടെ ബാക്ക് സൈഡ് മുഴുവൻ ചളുങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 10-15,000 രൂപേന്റെ വർക്ക് ഉണ്ടായിരുന്നു ഇന്നോവക്ക്. നമ്മളെ വണ്ടിക്കാണെങ്കിൽ നെക്സോണിനാണെങ്കിൽ ഒരു പരിക്കില്ല. നമ്പർ പ്ലേറ്റിന് നമ്മൾ ചെറിയൊരു കല മാത്രം. സത്യം പറഞ്ഞാൽ വർക്ക്ഷോപ്പുകാർ നമ്മളൊക്കെ അതിശയത്തോട് നോക്കുക. ഈ ഇത്രയും 15,000 രൂപേന്റെ വണ്ടി ഇന്നോവക്ക് വന്നിട്ട് നമുക്കൊരു പോറലോലും ഏറ്റില്ലല്ലോ. അത്ര സൂപ്പറാണ് ഈ നെക്സോണിന്റെ ബിൽഡിംഗ് ക്വാളിറ്റി. അത് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ വയ്യ. പറയാനുള്ളത് KVRന്റെ സർവീസാണ്. KVRന്റെ സർവീസ് ഞാൻ ടാറ്റ നെക്സോൺ എടുക്കുന്നതിന് മുന്നേ പലരും പറഞ്ഞ് സർവീസിനെ കുറിച്ച് മോശം പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ അനുഭവത്തിൽ ഈ പറയുന്ന 1 വർഷമായിട്ട് പറഞ്ഞ ടൈമിന് അവർ വണ്ടി എടുക്കുകയും ചെയ്യും. ടൈം പറഞ്ഞ ആ ടൈമിന് വണ്ടി റിലീസ് ചെയ്യും. എൻ്റെ യാത്ര ഈ ടൈം വെച്ചിട്ടാണ്. ഇപ്പം കണ്ണൂർ ടു ബാംഗ്ലൂർ 5 മണിക്കൂർ പ്ലാൻ ചെയ്തിട്ടാണ് എൻ്റെ യാത്ര മിക്കവാറും ഉണ്ടാവാറ്. കാരണം പേഷ്യൻ്റ് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരേക്ക് വരുമ്പോൾ കണ്ണൂർ പേഷ്യൻ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 5 മണിക്കൂർ കൊണ്ട് ഞാൻ എത്തും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ യാത്ര പ്ലാൻ ചെയ്യുക. അപ്പം അന്നേരം നമുക്ക് പെർഫെക്റ്റ് ആയ ഒരു വണ്ടി അന്വേഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ നെക്സോൺ ആണ് അല്ലാതെ പലരുടെ അഭിപ്രായം. റിവ്യൂസ് കുറേ നോക്കി, പലരുടെ അഭിപ്രായം പറഞ്ഞ സമയത്ത് നെക്സോൺ ആണ് ബെറ്റർ എന്ന് മനസ്സിലായി.